അമേരിക്കയുമായുള്ള കരാർ തകർന്നിട്ടും ക്യൂബ 553 തടവുകാരെ മോചിപ്പിച്ചതായി വത്തിക്കാൻ അറിയിച്ചു. ജനുവരിയിൽ കത്തോലിക്കാ സഭയുടെ മധ്യസ്ഥതയിൽ 100 കണക്കിന് തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്നവരുടെ US പട്ടികയിൽ നിന്ന് ക്യൂബയെ നീക്കം ചെയ്യാൻ സമ്മതിച്ചു. 2021 ജയിലിലടച്ച സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാരെ മോചിപ്പിക്കാൻ ക്യൂബയോട് ആവശ്യപ്പെട്ട് US, യൂറോപ്യൻ യൂണിയൻ, കത്തോലിക്കാ സഭ, മനുഷ്യാവകാശ സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള വർഷങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ കരാറുണ്ടാക്കിയത്. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാൻ ബൈഡൻ ഭരണകൂടം തുടക്കത്തിൽ ക്യൂബയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട 553 പേരെ മോചിപ്പിക്കാൻ ക്യൂബ സമ്മതിച്ചിരുന്നില്ല. വത്തിക്കാനുമായുള്ള സുഗമമായ ബന്ധത്തിന്റെ ഭാഗമായി 2025 ജൂബിലി വർഷത്തോടനുബന്ധിച്ച് തടവുകാരെ മോചിപ്പിക്കാനുള്ള തീരുമാനം ഞാൻ ഫ്രാൻസിസ് പാപ്പായെ അറിയിച്ചുവെന്ന് ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡയസ് കാനൽ പറഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷം പുതിയ ഭരണകൂടം കരാർ റദ്ദാക്കി. ഭരണകൂടത്തിന്റെ തിരിച്ചടികൾക്കിടയിലും ക്യൂബ ഇടയ്ക്കിടെ തടവുകാരെ മോചിപ്പിക്കുന്നുണ്ടായിരുന്നു. ക്യൂബയുടെ പരമോന്നത കോടതിയുടെ വൈസ് പ്രസിഡന്റ് മാരിസെല്ല സോസ റാവേലോ കഴിഞ്ഞ ദിനം സ്റ്റേറ്റ് ടെലിവിഷനിൽ പൂർണ്ണമോചനം പൂർത്തിയായതായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന വാർത്ത വത്തിക്കാൻ സ്ഥിരീകരിച്ചു.